അനാദികാലത്തിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പേ മനുഷ്യനു വേണ്ടിയുള്ള ദൈവസങ്കല്പമായിരുന്നു കർത്താവിൻ്റെ ക്രൂശുമരണം. കർത്താവ് താൻ മരിച്ച രാത്രിയിൽ ഒരു കൂട്ടം ശിഷ്യന്മാർ വേദനയോടെ, ഭീതിയോടെ, അങ്കലാപ്പോടുകൂടെ ഒരു മുറിയിൽ കൂടിയിരുന്നു. ആന്ത്രയോസേ, എന്തൊരു തണുപ്പാടാ! തണുത്തിട്ട് വിറച്ചിട്ട് വയ്യ, പനി പിടിച്ചെന്ന് തോന്നുന്നു പഠിച്ച്. എടാ യാക്കോബേ, നിനക്ക് തണുക്കുന്നില്ലടാ? എനിക്കിങ്ങനെ തണുക്കുന്നൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സാധാരണമായി എനിക്ക് തോന്നുന്നുള്ളൂ, തണുപ്പൊന്നുമില്ല. എൻ്റെ പൊന്നു യാക്കോബേ, ഇത് പനിയുടെ വേറെയൊന്നുമല്ല, ഇത് മറ്റേ പേടി വേറെയാ. സത്യത്തിൽ ആർക്കായി പേടിയില്ലാത്ത? എന്നാലും ആ യൂദാസ് ഈ പരിപാടി ചെയ്യുന്ന, ഈ പണി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പണ്ട് ഞാൻ പറഞ്ഞതാ അവന് കള്ളനാണ്. അവനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായായിരുന്നു അവന് കള്ളലക്ഷണം ഉണ്ടെന്ന്. അന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അവൻ നമുക്കൊരു പണി തരുമെന്ന്. എടാ, അവനൊരു കള്ളനാ, എങ്കിലും 10 ദിവസം ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. സ്വപ്നത്തിൽ എന്തൊക്കെ ബഹളമായിരുന്നു! കത്തിയെടുക്കുന്നു, ചെവി മുറിക്കുന്നു, പരാക്രമം കാണിക്കുന്നു, അവസാനം ഖുദാഖാവ. കർത്താവായോണ്ട് ക്ഷമിച്ചു. എന്നോടെങ്ങാണോ ആയിരുന്നെങ്കിൽ പത്രോസ് ഇപ്പൊ വിവരം പറഞ്ഞാൽ. തോമസ്, ആരാ വാഴ മുട്ടുന്നേ? ആരാണെങ്കിലും തുറക്കണ്ട. ഇനി അഥവാ റോമ പട്ടാളക്കാർ വല്ലതുമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം അധോഗതിയാവും. ഒന്നാമത് ഞാൻ പേടിച്ചു പറച്ചു. നിങ്ങൾ എന്തോ ഇത്, ആരാണെങ്കിലും സാരമില്ല, ഇങ്ങനെ പേടിച്ചിട്ടൊരു വല്ല കാര്യമുണ്ടോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ലെങ്കിൽ വാ. എങ്കിലും പത്രോസേ, നീ എന്ത് പണിയാണ് കാണിച്ചത്? കർത്താവിനെ നീ 3 വട്ടം തള്ളിപ്പറഞ്ഞു. തോമസേ, അതിനുള്ള പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പരിഹാരമാ പത്രോസെ കണ്ടത്? ആ 3 വട്ടം കൂകിയ കോഴിനെ ഞാൻ അങ്ങ് തട്ടി. വലിയ കാര്യമായി പോയി. ആ കോഴിയെ നിങ്ങൾ തട്ടി, പക്ഷെങ്കിൽ ആ പെണ്ണുമ്പലടുത്ത് നിങ്ങൾ പേടിച്ചു നിന്നില്ലേ? അത് പിന്നെ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സത്യം പറ, നീ യേശുവിന്റെ കൂടെ ഉള്ള ആളല്ലേ? എനിക്ക് യേശു ആരാന്ന് പോലും അറിയില്ല. ഞാനൊക്കെ വിശ്വസിച്ചു. എനിക്കറിയാം നീ കള്ളം പറയാണെന്ന്. സത്യം പറ, നീ അയാളുടെ കൂടെ തന്നെയുള്ള ആളല്ലേ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് യേശു ആരാന്ന് പോലും അറിയില്ല. ദേ, ഇയാളുണ്ടല്ലോ, ആ യേശുവിന്റെ കൂടെ തന്നെയുള്ള ആളാ. കള്ളം പറഞ്ഞാലുണ്ടല്ലോ. ഓ, ആ പെണ്ണുമ്പിള്ളയോ? അവര് ഭയങ്കര സാധനമാ. പത്രോസേ, അവളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, അതെന്തേലും ആയിക്കോട്ടെ. എന്നാലും കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നത് യോഹന്നാൻ മാത്രമാ. അവിടെ എന്ത് സംഭവിച്ചെന്ന് യോഹന്നാന് മാത്രമേ അറിയുള്ളൂ. ആ പയ്യന്റെ ധൈര്യം സമ്മതിക്കണം. വീണ്ടും ആരോ വാതിൽ മുട്ടുന്നുണ്ടല്ലോ. ആഹാ, ഇത് നമ്മുടെ യോഹന്നാനല്ലേ? യോഹന്നാനെ, എന്താ കാര്യങ്ങളെല്ലാം? അവര് കർത്താവിനെ വല്ലാണ്ട് മർദ്ദിച്ചു. അവന്റെ രക്തം എല്ലാം വാർന്നുപോയി. ഒരു പടയാളി ഒരു കുന്തം എടുത്ത് അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പം ഒരിറ്റ ചോര പോലും ഇല്ല. വെള്ളം മാത്രം ഒഴുകി. ഇത്രയും നാട് നമുക്കൊരു നാഥനുണ്ടായിരുന്നു, ശരി. പക്ഷെ ഇനി അങ്ങോട്ട് ആരുമില്ലാത്ത പോലെ ഒരു ഏകാന്തത, ഒരു ശൂന്യത. അതെ, ശരിയാണ്. ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ആരുമില്ല. ശരിയാ, അതാ ഞാനും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പരീക്ഷമാരും ശാസ്ത്രിമാരും എല്ലാവരും നമ്മളെ ഇനിയും വെറുതെ വിടത്തില്ല. എനിക്കിതൊന്നും കാണാനും കേൾക്കുവാനും കഴിയില്ല. ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പോയി കരഞ്ഞെന്റെ സങ്കടം തീർക്കട്ടെ. സാരമില്ല, ഞങ്ങൾ എല്ലാരും ഇല്ലേ കൂടെ, സാരമില്ല. വേണ്ടന്ത്രയോസേ, ഞാൻ എവിടെയെങ്കിലും പോയി കുറച്ച് സമയം ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞെന്റെ സങ്കടം തീർക്കട്ടെ. പാവൻ തോമസ്, അവന് ഈ സങ്കടങ്ങളൊന്നും അത്രയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. സത്യത്തെ ഞാൻ ഓർത്തു പോവാം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. പത്രോസേ, അതിനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല.
ഞാൻ വരുവോളം ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഇല്ല, അവൻ മരിച്ചാൽ അവൻ തിരിച്ചു വരും. 4-ാം യാമത്തിൽ കടലിൽ ഇറങ്ങി വന്നവൻ, മാർത്തയുടെയും മറിയുടെയും ദുഃഖം കണ്ട് ലാസറിന്റെ കല്ലറയ്ക്കൽ മടങ്ങി വന്നവൻ, കുരുടന് കാഴ്ച കൊടുത്തവൻ, മരിച്ചവനെ ഉയർപ്പിച്ചവൻ. മരണത്തിന്റെ മുകളിൽ അവന് ജയമുണ്ട്, അവന് അധികാരമുണ്ട്. അവൻ തിരിച്ചു വരും. എന്റെ യേശു തിരിച്ചു വരും. നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഒരിക്കൽ കൂടെ തിരിച്ചു വരും, തന്നെ കാത്തിരിക്കുന്നതായ തൻ്റെ പ്രിയരെ ചേർക്കുവാൻ. നമുക്ക് പ്രത്യാശയോടെ അവൻ്റെ വരവിനായി കാത്തിരിക്കാം.